അമേരിക്കൻ ആകാശത്ത് ആശങ്കയുയർത്തി വീണ്ടും അജ്ഞാത വസ്തുവിന്റെ സാന്നിധ്യം. ഹിരോൺ നദിക്ക് മുകളിൽ കണ്ട അജ്ഞാത വസ്തു US സൈന്യം മിസൈൽ ഉപയോഗിച്ച് തകർത്തു. ഈ മാസത്തിൽ നടക്കുന്ന 4ാമത്തെ സൈനിക ഓപ്പറേഷനാണിത്. സൗത്ത് കരോലിനയിൽ ചൈനീസ് ചാര ബലൂൺ തകർത്തതിന് പിന്നാലെയാണ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ. എന്നാൽ ഇതുവരെ തകർത്ത് കളഞ്ഞ വസ്തുക്കൾ തമ്മിൽ സാമ്യം ഇല്ല എന്നാണ് US നൽകുന്ന വിവരങ്ങൾ. ഇതിന്റെ വിശദാംശങ്ങളുമായി അനുഷയുണ്ട് ഡെസ്കിൽ നിന്നും. അനുഷ, കുറേ ദിവസങ്ങളായി നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു സംഭവം തന്നെയാണ് അമേരിക്കൻ ആകാശത്ത് ഇത്തരത്തിലുള്ള പേടകങ്ങൾ ഉണ്ടാവുന്നു, അതിനെ വെടിവെച്ചിടുന്നു. നിലവിൽ എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയതായിട്ടുള്ള ആ വിവരം? എവി സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള അജ്ഞാത വസ്തുക്കൾ, പേടകം എന്ന് നമുക്ക് പൂർണ്ണമായും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല, ഒരു അജ്ഞാത വസ്തു എന്ന് തന്നെയാണ് അമേരിക്ക ഇതിന് വിശദീകരണം നൽകുന്നത്. ഇതിന്റെ സാന്നിധ്യം ഇത് 4ാം തവണയാണ്. ചൈനീസ് ചാര ബലൂൺ അടക്കം നോക്കുകയാണെങ്കിൽ ഇത് 4ാം തവണയാണ് ഇത്തരത്തിലൊന്ന് അമേരിക്കൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. 4 തവണയും US സൈന്യം മിസൈൽ ഉപയോഗിച്ച് ഇവ തകർത്തു കളയുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അമേരിക്കയിലെ ഹാറോൺ തടാകത്തിന് മുകളിലായി കണ്ടെത്തിയ അജ്ഞാത വസ്തുവും അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ, ചാര ബലൂൺ ഒഴികെ ബാക്കി തകർത്തു കളഞ്ഞ അജ്ഞാത വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കണം. ഈ വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഉറവിടം എന്താണെന്നും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നും പറയാൻ കഴിയൂ. ഇന്നലെ കാനഡയിൽ US-ഉം കാനഡയും സംയുക്തമായി ഇത്തരത്തിൽ ഒരു അജ്ഞാത വസ്തുവിനെ തകർത്തു കളഞ്ഞിരുന്നു. അതിന് ഒരു അഷ്ടഭുജാകൃതിയിലുള്ള ഒരു വസ്തുവാണ് എന്നാണ് കാനഡിയൻ ഗവൺമെന്റിന്റെ വിശദീകരണം. ജോ ബൈഡനും ട്രൂഡോയും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷമായിരുന്നു അത് തകർത്തത്. US സൈന്യം തന്നെയാണ് ഇന്നലെ അത് തകർത്ത് കളഞ്ഞതും. സമാനമായ രീതിയിൽ വീണ്ടും അമേരിക്കയിൽ ഇത് പ്രത്യക്ഷപ്പെടുകയും അതും തകർത്ത് കളയുകയായിരുന്നു. ഇതിന് ചൈനീസ് ചാര ബലൂണുമായി ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല. എന്നാൽ അത്തരത്തിലാണ് ഇവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ചൈന ചാര ബലൂൺ അയച്ചിരുന്നു. അത് ഒരു വ്യോമയാന ഗതാഗതത്തെ മാത്രമല്ല, അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പല വിവരങ്ങളും ചോർത്താൻ അയച്ചതാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതേ തുടർന്ന് ചൈനയുടെയും അമേരിക്കയുടെയും നയതന്ത്ര ബന്ധത്തിൽ വരെ വിള്ളൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പേടകങ്ങൾ തകർത്തു കളഞ്ഞതിന് അമേരിക്ക നൽകുന്ന വിശദീകരണം വ്യോമഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കും, അപകടാവസ്ഥയിലാക്കും എന്നതാണ്. എബി, അമേരിക്കയിൽ വീണ്ടും അജ്ഞാത വസ്തു അമേരിക്കൻ ആകാശത്ത് ദൃശ്യമാകുന്നു. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ ഇടപെടലിലൂടെ തകർക്കുന്നു. ആ നടപടി ഇന്നിപ്പോൾ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ തവണയാണ് ഇത്തരത്തിലുള്ള സൈനിക ഓപ്പറേഷൻ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനുഷ.